ട്രംപിനെതിരെ പടക്കൊരുങ്ങുന്ന ഒരു കൂട്ടം പെൻഗ്വിനുകൾ. സോഷ്യൽ മീഡിയ സെൻസേഷൻ ഇപ്പോൾ ഇവരാണ്. മീമുകളുടെ ലഹളമയം. എന്താണ് പെൻഗ്വിനുകൾക്ക് ട്രംപിനോട് ഇത്ര പ്രശ്നം? എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? US പ്രസിഡന്റിന്റെ പുതിയ പകരച്ചുങ്ക പ്രഖ്യാപനം തന്നെയാണ് ലോകത്തുള്ള മറ്റെല്ലാവരെയും പോലെ ഈ പെൻഗ്വിനുകളെയും അസ്വസ്ഥരാക്കുന്നത്. പ്രതിഷേധമുയരുന്നത് അങ്ങ് അന്റാർട്ടിക്കടുത്തുള്ള ഓസ്ട്രേലിയയുടെ അധീനതയിൽ വരുന്ന ഹേർഡ് ആൻഡ് മക്ഡൊണാൾഡ് ദ്വീപുകളിൽ നിന്നാണ്. ഒരൊറ്റ മനുഷ്യനില്ലാത്ത ദ്വീപ്. പെർത്തിൽ നിന്ന് 2 ആഴ്ചയോളം ബോട്ടിൽ സഞ്ചരിക്കണം ഇവിടെ എത്താൻ. പുറമേ നിന്ന് മനുഷ്യർ ഇവിടെ കാലുകുത്തിയിട്ട് തന്നെ വർഷങ്ങളായി. ആകെയുള്ളത് കുറച്ചധികം പെൻഗ്വിനുകളും കടൽ നായകളും മാത്രം. പക്ഷേ അവരും ട്രംപിന് ചുങ്കം കൊടുക്കേണ്ട അവസ്ഥയാണിപ്പോൾ. ഓസ്ട്രേലിയക്ക് ചുമത്തിയ 10% പകരച്ചുങ്കത്തിന് പുറമെ രാജ്യത്തിന്റെ അധീനതയിലുള്ള ദ്വീപുകൾക്ക് പ്രത്യേക ചുങ്കവും ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. അക്കൂട്ടത്തിലാണ് ഹേർഡ് ആൻഡ് മക്ഡൊണാൾഡ് ദ്വീപും പെട്ടത്. ഭൂമിയിൽ ഒരിടവും സുരക്ഷിതമല്ലെന്നാണ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് ഇതിനോട് പ്രതികരിച്ചത്. സംഗതി എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡിങ് ഹേർഡ് ആൻഡ് മക്ഡൊണാൾഡ്സ് ദ്വീപിലെ പെൻഗ്വിനുകളാണ്. ഓവൽ ഹൗസിൽ ട്രംപിനും JD വാൻസിനുമൊപ്പം ചർച്ചയ്ക്കിരിക്കുന്ന പെൻഗ്വിന്റെ ചിത്രം ഇതിനകം തന്നെ നിരവധി പേർ പങ്കുവച്ചു കഴിഞ്ഞു. യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും ട്രംപും തമ്മിലുണ്ടായ ചൂടേറിയ ആ വാഗ്വാദമാണ് പശ്ചാത്തലം. എന്നാൽ സെലൻസ്കിയുടെ സ്ഥാനത്ത് ഒരു പെൻഗ്വിൻ. സ്യൂട്ട് ധരിച്ചിട്ടും താരിഫിൽ നിന്ന് രക്ഷപ്പെട്ടില്ല. ഒരുപക്ഷെ പെൻഗ്വിൻ താങ്ക് യു പറഞ്ഞു കാണില്ലെന്നാണ് ക്യാപ്ഷൻ. വൈറ്റ് ഹൗസിൽ സെലൻസ്കിയുടെ വസ്ത്രധാരണം ചോദ്യം ചെയ്യപ്പെട്ട അന്നത്തെ ആ സംഭവമാണ് ആധാരം. ബാഗും തൂക്കി ദ്വീപ് വിടുന്ന പെൻഗ്വിനുകൾ. നോ താരിഫ് പ്ലക്കാർഡുകളുമായി പ്രതിഷേധം. ടെസ്ല കാറ് കത്തിച്ച് പ്രതിഷേധം. ചുങ്കം പിരിക്കുന്ന ട്രംപ് തുടങ്ങി ചിരി പടർത്തുകയാണ് ചില പോസ്റ്റുകൾ. ആയിരത്തി 1997 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ദ്വീപാണ് ഹേർഡ് ആൻഡ് മക്ഡൊണാൾഡ്സ്. 37,000 ഹെക്ടറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ദ്വീപുകൾ ഫിലാഡൽഫിയേക്കാൾ വലുതാണ്.